ഇന്നൊരു ലഗോൺ ചിക്കൻ ബിരിയാണി ആയാലോ. സാധാരണ ബ്രോയിലർ ചിക്കൻ കഴിച്ചു മടുത്തുവെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ചധികം വേവ് ഉണ്ടെങ്കിലും ഈ ഒരു മീറ്റിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 സവാളയും 4 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിവ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് ഗരം മസാല എന്നിവ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 3/4 വേവ് ആയാൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനിടയിൽ നമുക്ക് റൈസും കൂടി റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ ഒരു ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി എടുക്കാം. 1 സവാള എന്നിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കാഷ്യൂം കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ചെറിയ പീസ് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി അരി ചേർത്ത് കൊടുത്തു. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനിടയിൽ നമ്മൾ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് ഒരു 3 വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തോട്ടാണ് ഞാൻ റൈസിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊക്കെ വറ്റിയിരുന്ന സമയത്ത് നെയ്യ് ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ മസാല ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. തൈര്, മല്ലിയില, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം മസാല റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ ദം ചെയ്തെടുക്കാം. അപ്പം നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്